ലേണേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11ന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 1 ആണ്. അതായത് ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ബേസിക്കലി നമ്മൾ ഇന്ന് പഠിക്കാം. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്, ബിസിനസ് എന്താണ് അല്ലെ. ബേസിക്കലി വാട്ട് ഇസ് എ ബിസിനസ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബിസിനസ്കാരനാണ്, ബിസിനസ്കാരിയാണ്, ബിസിനസ് ചെയ്യുവാണ്. സോ വാട്ട് ഇസ് ബേസിക്കലി ബിസിനസ്? ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബിസി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബിസിയാണ്, അതായത് ഞാൻ ബിസിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താ മീനിങ് എന്താണ്? ബിസി ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫ്രീ അല്ല, നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? സോ ബിസി എന്ന് പറയുമ്പോൾ ഇവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ ചില ആക്ടിവിറ്റീസിൽ ബിസിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില ആക്ടിവിറ്റീസിൽ നമ്മൾ ബിസിയാണ് എന്ന്. ഇനി എന്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്? ഇവിടെ സെല്ലിംഗ് ഉണ്ടാവാം. ഇനി ഒരു സാധനം വെറുതെ സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആദ്യമേ നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ പർച്ചേസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെല് ചെയ്യുക. ഇനി പർച്ചേസ് അല്ല, അതിനെ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ അതിനെ ഉൽപ്പാദിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സെല് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രമാണോ? അല്ല. നമുക്കൊരു സാധനം മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതും ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം കൊണ്ടും ബിസി ആയിട്ട് ഇരിക്കാം അല്ലെ, പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി 2 ടൈപ്സ് ആണ്. ഒന്നാമത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം, എക്കണോമിക് ആക്ടിവിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ നമ്മളൊരു ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പഠിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു മദർ, ഓക്കെ, ഫോർ എക്സാമ്പിളിന്റെ സഹായത്തോടെ പഠിക്കാം. ഒരു അമ്മ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഒരു അമ്മ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ്? ഇതിന് പകരം അത് എന്തിനാ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? എന്തെങ്കിലും വരുമാനം തിരിച്ചു കിട്ടുമെന്ന് ഓർത്തിട്ടാണോ? ഒരിക്കലും അല്ല അല്ലേ. അവിടെ എന്താണ്, ഒരു വരുമാനം ഒന്നുമല്ല, മറിച്ച് ആ കുട്ടികൾ സേഫ് ആയിട്ട് ആരോഗ്യത്തോടെയൊക്കെ വളരാനും അവരുടെ ആരോഗ്യം നേരെ ചൊവ്വേ പോകാനും ഒക്കെയാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത്. സോ അവിടെ ഒരു മോണിറ്ററി അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു റിട്ടേൺ അവർ പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാത്ത നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. ഇനി ഇതേ അമ്മ എന്ത് ചെയ്യുകയാണ്? ഈ അമ്മ തന്നെ വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചോ. ഒരു ഹോട്ടലിലോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു ഷെഫാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ അമ്മ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് 2 ഗസ്റ്റിന് വേണ്ടിയിട്ട് സെയിം ഫുഡ് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ കിട്ടുന്നത്? സാറ്റിസ്ഫാക്ഷൻ ആണോ? അല്ല. സാറ്റിസ്ഫാക്ഷൻ മാത്രം കൊടുത്താൽ മതിയോ? അടിപൊളി നല്ല ഫുഡായിരുന്നു കിട്ടും പറഞ്ഞാൽ മാത്രം മതിയാവോ? അല്ല. അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് എന്താണ്? സാലറി അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന സാധനം അവർ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ. അപ്പോൾ അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്, സാലറി എന്ന് പറയുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്ത് ആക്ടിവിറ്റിയാണ്? ദിസ് ഇസ് കോൾഡ് ആസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഇതാണ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? എക്കണോമിക് ആക്ടിവിറ്റീസും ഉണ്ട്, അതുകൂടാണ്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇത് എന്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും? ഇത് എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കുമോ അതോ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കുമോ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം ദിസ് ഇസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിക്കോസ് ഒരു ബിസിനസ്മാൻ നമ്മൾ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ക്ലിയറൻസ് സെയിലോ അല്ലെങ്കിൽ എത്ര കുറച്ച് ഒരു പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ തന്നാൽ പോലും അവരൊരിക്കലും സമൂഹത്തിന് നന്മയ്ക്കോ വേണ്ടിയിട്ടോ അല്ല അവർ ഗുഡ്സ് സെല് ചെയ്യുന്നത് അല്ലെ. അപ്പം അവർ സെല് ചെയ്യുന്നത് എന്തിനാണ്? തീർച്ചയായും അവർക്ക് തിരിച്ചൊരു പ്രോഫിറ്റ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അവരുടെ പ്രോഫിറ്റ്സും മാർജിനും കഴിച്ചിട്ട് മാത്രമാണ് അവർ സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുള്ളൂ. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ നമുക്ക് പറയാൻ പറ്റുന്നത് ദിസ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഇതിന്റെ ഒപ്പം നമ്മൾ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. അപ്പം ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ചില വിശേഷതകൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ. സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഒക്കെ ചെയ്യേണ്ടാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർ ബിസിനസ് ചെയ്യുന്നത് എപ്പോഴും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, അവരുടെ പോക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു രീതിയിലാണ്. അപ്പം എക്കണോമിക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ എന്ത് കാര്യവും അവർ ബിസിനസ്മാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോസ് ആണ്. നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്ത ഒരു ഫീച്ചർ ആണ് ഇത് പ്രൊഡക്ഷൻ. അതായത് ചില സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊക്യൂർ ചെയ്യും. പ്രൊക്യൂർ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വരുത്തുക, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഉൽപ്പാദിപ്പിക്കുന്നതിനെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ച ആ ഒരു ഗുഡ്സിനെ നമുക്ക് സെൽ ഓഫ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിനെ വന്ന് പ്രൊക്യൂർമെന്റ്. ഇപ്പൊ നമ്മളൊരു ഫാർമർ ആണെങ്കിൽ അവർ എന്താ ചെയ്യുന്നത്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ റൈസ്, വീറ്റ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു ഇനീഷ്യലി ആരോ പ്രൊഡ്യൂസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അതിനെ ഒന്ന് മറിച്ച് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ മാർജിൻ ഇട്ടിട്ട്. ഓക്കെ, സോ ഇപ്പൊ ഇങ്ങനെ ഈ 2 രീതിയിലുണ്ട്. ഗുഡ്സും ആവാം, നമ്മുടെ ഗുഡ്സ് ആവാം, അതേപോലെ തന്നെ സർവീസസും ആവാം. ഇനി ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും പ്രൊഡക്ഷൻ നടത്തുന്നതാവാം, അതല്ലെങ്കിൽ അതിനെ പ്രൊക്യൂർ ചെയ്യുന്നതും ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ആണ് എന്ത്? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു നമ്മുടെ ബിസിനസിന്റെ കോൺസെപ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? ഒന്നെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് ആണ് ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ റെഗുലർ ബേസിസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ ഒരു ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം ബിസിനസ് ചെയ്തു, അഞ്ചാമത്തെ ദിവസം ചെയ്യുന്നു, പിന്നെ ഏഴാമത്തെ ദിവസം, പിന്നെ 15ാമത്തെ ദിവസം, അങ്ങനെ നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്താൽ ദാറ്റ് കനോട്ട് ബി കോൾഡ് ആസ് എ ബിസിനസ്. നമുക്ക് അതിനൊരു ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റൂല. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൺ റെഗുലർ ബേസിസ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യണം, എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്യണം. അതുകൂടാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് വേണം അല്ലെ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ റെഗുലർ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് എന്ത്
വിളിക്കാൻ പറ്റുന്നത്? ബിസിനസ് എന്ന് കറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഏർണിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ആണ് ഏർണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് ആണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി നെക്സ്റ്റ്, നമുക്ക് എപ്പോഴും ബിസിനസ്സിൽ റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രോഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ എപ്പോഴും നമുക്കത് പോസിബിൾ ആയിരിക്കുമോ? ഇല്ല. നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പഠിച്ച് വരുമ്പോൾ മനസ്സിലാവും ദർ ആർ ലോട്ട് മെനി ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ റിട്ടേൺ. ബിസിനസ്സിലോട്ട് നമ്മൾ ഒരു 10 രൂപ മുടക്കി കഴിഞ്ഞാൽ, ബിസിനസ്സിലോട്ട് നമ്മൾ അങ്ങോട്ട് 10 രൂപ ഇട്ടാൽ നമുക്ക് തിരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 20 ആണിക്കാം, അല്ലേ? അതിന്റെ ഇരട്ടി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അവിടെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഡിസിഷൻസ് ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ എടുക്കണം. ഓക്കെ, അപ്പം റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ എഫേർട്സിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആണ് റിട്ടേൺസ്. ഇനി അത് എപ്പോഴും സർട്ടൻ ആണോ? എപ്പോഴും നമുക്ക് ഒരു പെർട്ടിക്കുലർ റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുമോ ബിസിനസ്സിൽ? ഒരിക്കലും ഇല്ല. നെക്സ്റ്റ് ആണ് എലിമെന്റ് ഓഫ് റിസ്ക്. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് റിസ്ക് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ്സും ഇൻക്രീസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിസ്കി ഗെയിം എന്നാണ് പറയുക. ഓക്കെ, ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും അതിന്റെ അകത്ത് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉറപ്പായും ഉണ്ട്. ഇനി അടുത്ത് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ നമ്മൾ വരുന്നതാണ് ബിസിനസ് എന്ന് പഠിച്ചു. ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ തന്നെ നമുക്ക് പലതായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് ബിസിനസ്, നെക്സ്റ്റ് ആണ് പ്രൊഫഷൻ, മൂന്നാമത്താണ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അത് അങ്ങനെ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അതിനെ ഫർദർ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ആദ്യത്താണ് ഇൻഡസ്ട്രി, നെക്സ്റ്റ് ആണ് കോമേഴ്സ്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബേസിക്കലി എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ആയിട്ടാണ്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇനി ബിസിനസിനെ തന്നെ നമ്മൾ വീണ്ടും ഫർദർ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതാണ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെയാണ്? മലയാളം മൂവി ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെ? മലയാളം മൂവി ഇൻഡസ്ട്രിനെ പറ്റി കേൾക്കാത്ത ആരുമില്ല, അല്ലേ? പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി കേട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ എഡ്യൂക്കേഷൻ ഒരു ഇൻഡസ്ട്രിയാണ്, എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി. ഇനി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്? പല പല ആക്ടേഴ്സ്, മൂവീസ്, ഇതൊക്കെ ഓർമ്മ വരും. ഇനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ ആൾക്കാർ, അവരൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. ഇനി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഒരു സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കാറുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സ്കൂൾസ്, കോളേജസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം വരും. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഹെൽത്ത് കെയറുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരും അവരുടെ ബിസിനസ്സുകളും സ്ഥാപനങ്ങളും എല്ലാം വരും, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസ്. അപ്പം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ മെയിൻ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവണം നമുക്ക്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ സിമിലാരിറ്റി ഓഫ് ജോബ്സ്, അല്ലെങ്കിൽ എന്ത് സിമിലർ ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ബേസിക്കലി എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും? ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ എന്റർപ്രൈസ്, അല്ലെ? ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന എന്താണ്? ഉൽപ്പാദനമാണ്, അല്ലെ? ബേസിക്കലി പ്രോസസിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും കാണാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ബിലീവ് മീ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എഴുതുമ്പോഴത്തേക്കും എപ്പോഴും ഇതുപോലെ എക്സ്ട്രാ ഒരു ബേസിസ് കോളം കൂടി വരയ്ക്കുക. ബേസിസ് കോളം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിഫറൻസിയേഷൻ പോയിന്റ്സിനെയൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് ബേസിസ് കോളം കൂടി വരയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് കാണാനും ഒക്കെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ നമുക്കറിയാം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ റിസ്ക് ഒത്തിരി അധികം ഉണ്ട്, അല്ലേ? പ്രൊഫഷൻ എന്ന് പറയുമ്പോഴോ ബിക്കോസ് ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, ആലോചിച്ച് ചെയ്യണം, അല്ലെ? പാർട്ട്നേഴ്സിനൊക്കെ ആലോചിച്ച് ചെയ്യണം. ഇനി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എന്താണ്? പ്രൊഫഷണൽ ബോഡി ഓഫ് നോളജ് ആണ് അവിടെ നമ്മളെ വിലയിരുത്തുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? നമുക്ക് വലിയ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മോഡറേറ്റ്ലി ലെസ് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസിന്റെ അത്രയും റിസ്ക് അല്ല. ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു 9 to 6 അല്ലെങ്കിൽ 9 to 5 എന്ന് പറഞ്ഞ ഓഫീസ് ടൈമിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ബാക്കി നമുക്ക് അതിനെപ്പറ്റി പിന്നെ റെന്റിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബ്രേക്ക് ഡൗണിന്റെ കാര്യമോ അല്ലെങ്കിൽ വേറെ ക്രൈസിസിന്റെ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അറിയേണ്ടിണ്ടായിരിക്കില്ല. അപ്പോൾ റിസ്ക് കമ്പയറിറ്റീവ്ലി വെരി ലെസ് ആണ് ഇവിടെ എംപ്ലോയ്മെന്റിൽ. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺസ്. ഓക്കെ, റിസ്കിന്റെ കാര്യം നോക്കി. ഇനി റിട്ടേൺസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബിസിനസ്സിലെ എല്ലാ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിലോങ്സ് ടു ദ പാർട്ട്നേഴ്സ്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ കയ്യിലോട്ടായിരിക്കും എല്ലാ റിട്ടേൺസും പോകുക. പ്രൊഫഷൻ എന്ന് പറയുമ്പോഴോ അവർക്ക് ചെറിയൊരു എക്സ്പെൻസസും ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള റിട്ടേൺസ് മുഴുവൻ ആ പറയുന്ന പ്രൊഫഷണലിനായിരിക്കും പോകുന്നത്. പിന്നെ മൂന്നാമത്തതോ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴോ ഇവിടുത്തെ റിട്ടേൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇവിടുത്തെ സാലറിയാണ്, അല്ലെ? സാലറി നമുക്ക് എത്രയുണ്ടോ അത് മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് അനുസരിച്ച് ആവണമെന്നില്ല. വർക്ക് കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും നമുക്ക് ഫിക്സ്ഡ് ചെയ്തിരിക്കുന്ന ഒരു സാലറി അല്ലെങ്കിൽ വേജസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വാളിഫിക്കേഷന്റെ കാര്യം നോക്കിയാലോ? ബിസിനസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ മിനിമം ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുന്നില്ല. അവിടെ നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഫ്ലെയർ ഓഫ് ബിസിനസ് മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷന് പ്രത്യേകിച്ച് നെസസിറ്റി പറയുന്നില്ല. അതേ സ്ഥാനത്ത് പ്രൊഫഷനിലാണെങ്കിലോ തീർച്ചയായും അവിടെ ക്വാളിഫിക്കേഷൻ, എക്സ്പെർട്ടീസ്, അതേപോലെ നോളജ് അത് അത്യാവശ്യമാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു എക്സ്പേർട്ട് ആവാൻ പറ്റണമെന്നും ഇല്ല. ഇനി അടുത്തതാണ് എന്ത്? എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിന് സ്വാഭാവികമായിട്ടും ക്വാളിഫിക്കേഷൻ വേണം. എക്സ്പേർട്ട് ആയില്ലെങ്കിൽ സാറിന്റെ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ ധാരാളമാണ്, അല്ലെ? അപ്പം ഒരു പ്രൊഫഷണൽ ബോഡി ഓഫ് നോളജ് ആണ് ഇവിടെ പ്രൊഫഷന് ആവശ്യമുള്ളത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസും കൂടി നമ്മൾ എപ്പോഴും ഓർക്കുക. എന്തൊക്കെയാണ്? ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരെയൊക്കെ നമുക്കറിയാം, അല്ലെ? വലിയ വലിയ ബിസിനസ്സുകാരെ അറിയാം, സ്മോൾ ബിസിനസ് പീപ്പിളിനെ അറിയാം. അപ്പം അവരെ ഓർക്കുക. പിന്നെ അടുത്ത പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ജോലികളാണ് വരിക? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്. ഇനി ഇവർ മാത്രമാണോ? അല്ല. നമ്മൾ കൊമേഴ്സുകാരായി തീരാൻ പറ്റുന്നത് CA കാരുണ്ട്, കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, CMA കാരുണ്ട്, അല്ലെ?
ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ കാര്യങ്ങൾ പഠിച്ച് അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് നേടി എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നവരാണ്. എന്ത് ഒരു കുഞ്ഞൊരു ഓഫീസ് ഇട്ടിട്ടാണ് ഇരുന്നാൽ മതി ഇവർക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ച് ഇവരുടെ സർവീസ് നേടും. മനസ്സിലായില്ലേ? അതാണ് പ്രൊഫഷണൽസിന്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ സ്പെഷ്യലി ഒരു എന്താ പറയുന്നത്, ഒരു പ്രൊഫഷണൽ ബോഡി ഓഫ് നോളജ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇത് ജസ്റ്റ് ഒരു ജോലിക്കാരൻ. ഫോർ എക്സാമ്പിൾ PSC നമ്മൾ എഴുതി ഒരു ഗവൺമെന്റ് ജോലിയിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് എംപ്ലോയി ആണ് അല്ലെ. ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ആ ഒരു നമുക്കൊരു വരുമാനം മേടിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ബേസിക്കലി ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ ജസ്റ്റ് ബാക്കി ഫർദർ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ പഠിക്കാനാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രി. അതായത് ബിസിനസിനെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്ന പല രീതികളാണ് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം അതിൽ വരുന്നതാണ് എന്ത്, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി തന്നെ വീണ്ടും ഫർദർ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് വൺ ഇസ് പ്രൈമറി ഇൻഡസ്ട്രി, നെക്സ്റ്റ് വൺ ഇസ് സ്വാഭാവികമായിട്ടും അറിയാലോ ഏതാണ്, സെക്കൻഡറി ഇൻഡസ്ട്രി, മൂന്നാമത്താണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഇതൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, സോ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവർ ഡീൽ ചെയ്യുന്ന എന്താണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോ ഇൻകം ഗ്രൂപ്പാണ്. അതായത് ലോ ഇൻകം ഗ്രൂപ്പ് ആയിട്ടുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നവർ, ഫോർ എക്സാമ്പിൾ ഫാർമേഴ്സ് അല്ലെ, അവർ അധ്വാനമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഉൽപ്പാദനം ചെയ്യുന്നു. അപ്പം അവരൊക്കെ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവരാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈമറി ഇൻഡസ്ട്രി അടുത്ത പോകുന്നതാണ് സെക്കൻഡറി ഇൻഡസ്ട്രിയിലോട്ട്. അതായത് അവരാണ് ഈ പറയുന്ന മെറ്റീരിയൽസ്, ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയൽസിനെയൊക്കെ മോഡിഫൈ ചെയ്യുന്നതും പിന്നെ അതേപോലെ എന്താണ് അതിനെ സെല് ചെയ്യാൻ പാകത്തിനാക്കുന്നതും. ഫാർമേഴ്സ് കുറെ റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കുറെ ചാക്കുകളിലാക്കി വിട്ട് കഴിഞ്ഞാൽ കാര്യം തീർന്നോ? പോരാ, അതിനെ പ്രോപ്പറായിട്ട് അഡ്വർടൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, കേടുപാടുകൾ കൂടാണ്ട് എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അടുത്ത ഒരു ഇൻഡസ്ട്രിയുടെ ജോലിയാണ്. അതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇനി നെക്സ്റ്റ് ആണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രിയുടെ അടുത്തുനിന്ന് സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ അടുത്തോട്ട് സാധനങ്ങൾ എത്തിക്കുന്നത് വരെ, ഗുഡ്സ് ഓർ സർവീസസ് എത്തിക്കുന്ന വരെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നവരെയാണ് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ എന്താണ്, മീഡിയേറ്റേഴ്സ് ആണ്. പ്രൈമറി ഇൻഡസ്ട്രിയുടെയും സെക്കൻഡറി ഇൻഡസ്ട്രിയുടെയും ഇടയിലുള്ള മീഡിയേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പം അവ പലതരത്തിലുണ്ട്. അത് ടെലികമ്മ്യൂണിക്കേഷൻകാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ വെയർ ഹൗസിംഗ്, നമ്മൾ ഗോഡൌണുകൾ എന്നൊക്കെ പറയല്ലേ, വെയർ ഹൗസിംഗുകാരുണ്ട്, പിന്നെ അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ്, ഇതെല്ലാം എന്താണ്, ഇനി പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ, പാക്കേജിംഗ് ഉണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ആവശ്യമാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൈമറി കസ്റ്റമേഴ്സിന്റെ അടുത്ത്, പ്രൈമറി മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് അൾട്ടിമേറ്റ് സെല്ലേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുന്നതിൽ ഇവർ റോൾ ഉണ്ട് ഇവർക്ക്. ഇനി ഇതിൻ്റെതായ പ്രോബ്ലംസും ഉണ്ട് അല്ലേ. പ്രൈമറി ആയിട്ടുള്ള ഒരു കസ്റ്റമർ, ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു ഫാർമർ 2 രൂപയ്ക്ക് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ ആ 2 രൂപയുടെ സാധനം ഇവർക്ക് എല്ലാം ഉള്ള കമ്മീഷനും ഇവർക്കുള്ള വരുമാനങ്ങളൊക്കെ കൊടുത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെക്കൻഡറി ഇൻഡസ്ട്രി കൂടി എത്തി ഒരു കസ്റ്റമറിന്റെ കയ്യിലെത്തുമ്പോൾ അതിന്റെ വില എന്ന് പറയുമ്പോൾ 2 രൂപയ്ക്ക് പകരം 2 പൂജ്യവും കൂടി 200 ആയിരിക്കും അല്ലേ. അതായത് ഇരട്ടി വിലയായിരിക്കും ചാർജ് ചെയ്യുന്നത്, ബിക്കോസ് ഇന്റർമീഡിയറീസിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട്. ഇനി അത് ഇല്ലാണ്ട് നേരിട്ട് ഒരു ഫാർമർ നേരെ കൊണ്ടുപോയി കസ്റ്റമർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ? ഇല്ല, അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ഒരു ഫാർമർ അവിടെ കൃഷി ചെയ്ത് പുള്ളി തന്നെ എല്ലാം ചെയ്ത് പുള്ളി കേരളത്തിലോട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോട്ട് എവിടെയെങ്കിലും ഒരു രാജ്യത്തിലോട്ട്, ഡൽഹിയിലോട്ട് ഇവിടെയൊക്കെ എത്തിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടെർഷ്യറി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. അവരുടേതായ ഒരു ഇൻകം അല്ലെങ്കിൽ അവരുടേതായ ഒരു റെമ്യൂണറേഷൻ അവർക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈമറി ഇൻഡസ്ട്രിയുടെ ജോലി ഒത്തിരി എളുപ്പമാകും. അപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങൾ നോക്കിയാൽ മതി, ചാർട്ടാണ്, ബിസിനസ് ആക്ടിവിറ്റീസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. നമ്മൾ ഈ വരച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് കോമേഴ്സ് അല്ലെ. നമ്മൾ പഠിക്കുന്നത് തന്നെ, നമ്മളെ വിളിക്കുന്നത് തന്നെ കൊമേഴ്സുകാരെന്നാണ് അല്ലേ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്താ കൊമേഴ്സ് പഠിക്കാനുള്ളതെന്നാണോ തോന്നുന്നത്? അല്ല, കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കുക. കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 മെയിൻ കാര്യങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ട്രേഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്സിലറീസ് ടു ട്രേഡ് നമ്മൾ നേരത്തെ പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എന്താണ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് ഇറ്റ്സ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഏതെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ സേവനങ്ങളോ നമ്മൾ ബൈ ചെയ്യുക, സെല് ചെയ്യുക, കൈമാറുക, ഇതിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ട്രേഡ് എന്ന് നമ്മൾ വിളിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മുടെ ഓക്സിലറീസ്, അതായത് നമ്മുടെ ഈ ഒരു ബൈയിങ് സെല്ലിംഗ് പ്രോസസ്സിനെ സ്മൂത്ത് ആക്കാനുള്ള, അല്ലെങ്കിൽ ഒരു സെല്ലറിന്റെ അടുത്ത് നിന്ന് മറ്റൊരു പർച്ചേസറിന്റെ അടുത്തോട്ടുള്ള ഈ ട്രാൻസാക്ഷൻ, ഗുഡ്സ് അല്ലെങ്കിൽ സേവനങ്ങൾ കൈമാറുന്ന ട്രാൻസാക്ഷൻ ആണ് ട്രേഡ് എന്ന് പറഞ്ഞല്ലോ. ഈ ട്രാൻസാക്ഷൻ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്റർമീഡിയറീസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഇന്റർമീഡിയറീസിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഹെൽപ്പേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാം. ഹെൽപ്പേഴ്സ് ടു ട്രേഡ്, ട്രേഡ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നവരെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആരൊക്കെ വരും? ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തോട്ട് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, കമ്പനികൾ, പിന്നെ ബാങ്കിങ് എന്തിനാണ്? ഫിനാൻഷ്യൽ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻഷുറൻസ് എന്തിനാണ്? നമ്മുടെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തോട്ട് എത്തിക്കുമ്പം കേടുപാടുകൾ കൂടാണ്ട് റിസ്ക് കുറഞ്ഞ് നമ്മളിത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്തിനാണ്? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വലിയ കൂടുതൽ ലോസ് വരാത്ത രീതിയിൽ സാധനങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ അഡ്വർടൈസ്മെന്റ്, വെയർ ഹൗസിംഗ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ട്രേഡ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഓക്സിലറീസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടതാണ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് നടത്തുന്നതിന്റെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ പിന്നിൽ? നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ
ഏറ്റവും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്സ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? ടു ഏൺ പ്രോഫിറ്റ്സ്, അതായത് അധികം പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുക എന്നുള്ളത്, ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്, പ്രോഫിറ്റുകൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ ലക്ഷ്യമാണ് എന്താണ്? റിഡ്യൂസ് കോസ്റ്റ്. ഓക്കെ, റിഡ്യൂസ് കോസ്റ്റ്. രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് അത്യാവശ്യം സക്സസ് ആക്കാൻ പറ്റും. ഒന്നാമത്തെ പ്രോഫിറ്റ് കൂട്ടുക, അതല്ല എങ്കിൽ അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ വേരിയസ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. മെയിൻ ഒബ്ജക്റ്റീവ് കൂടാണ്ട് ബാക്കി എന്ത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ് ബിസിനസ്സിനുള്ളത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു പുതുമ, അല്ലെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മൊത്ത കാലത്ത് ബിസിനസ് നേരെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്താണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അടുത്ത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ പരമാവധി ഔട്ട്പുട്ട് കണ്ടെത്തുക, മാക്സിമം ഔട്ട്പുട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വേസ്റ്റേജസ് ഉപയോഗിച്ചുകൊണ്ട്, വേസ്റ്റേജസ് കുറച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ടിലോട്ട് എത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ നമുക്കറിയാം ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മുടെ ബിസിനസ്സിന് ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതായത് പുറമെ കാണുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ, പിന്നെ എന്താണ് മെഷീൻസ്, പിന്നെ ഓഫീസ് ഏരിയ, അതേപോലെ നല്ലൊരു എന്താണ് ഓഫീസ് ഏരിയ. ഇപ്പൊ എത്ര നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരു ഓഫീസ് ഇട്ടാൽ പോലും അത് വേണം, അതില്ലാണ്ട് നടക്കുകയില്ല അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ ബിസിനസ്സുകളാണ് ആമസോണും പിന്നെ എന്താ ഫ്ലിപ്കാർട്ടും ഒക്കെ എന്ന് വെച്ചാൽ അതുപോലത്തെ ഓൺലൈൻ ബിസിനസ്സുകളാണ്. നമ്മൾ ചെയ്യുന്ന ആകെ ഒരു ഫോണിൽ നമ്മൾ കുത്തി സാധനം ഓർഡർ ചെയ്യുന്നു, എവിടുന്നൊക്കെ സാധനം നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നു. അപ്പൊ എന്താ തോന്നുന്നത്? അവർക്ക് ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഇല്ലെന്നാണ് തോന്നുന്നത്. തീർച്ചയായും അത് തെറ്റാണ്. അവർക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഓഫീസ് എന്തായാലും കാണും, പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഇതാണ് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ചില റിക്വയർമെന്റ്സ് അത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും ഉണ്ടാവണം. ഇനി ഫിസിക്കൽ മാത്രം മതിയോ? പോരാ, ഫിനാൻഷ്യൽ റിസോഴ്സസും അതേപോലെ തന്നെ അത്യാവശ്യമാണ് അല്ലെ. ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? എവിടുന്നാണ് നമുക്ക് ഫിനാൻസ് കിട്ടാൻ മാർഗമുള്ളത് എന്നുള്ളത്. അപ്പം ചില ആൾക്കാർ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന്, ഫാമിലിയുടെ അടുത്ത് നിന്ന് ഒക്കെ നമുക്ക് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ഇനി അത് കൂടാണ്ട് എന്താണ്? നമുക്ക് ബാങ്കുകളെ അപ്രോച്ച് ചെയ്യാം. ഇനി NBFCs, അതായത് നമ്മുടെ മുത്തൂറ്റ് പോലത്തെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ചില ആൾക്കാർ ചിട്ടി പോലത്തെ കാര്യങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വേറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെതായ റിസ്കുകളുണ്ട്, അതിൻ്റെതായ റിട്ടേൺസ് ഉണ്ട്. അപ്പം അർജൻസി, നമ്മുടെ ഫിനാൻസിന്റെ അത്യാവശ്യം അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന റിസോഴ്സസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു ബിസിനസ് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ there should be physical resources as well as financial resources എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, ദാറ്റ് വാസ് ടു ഏൺ പ്രോഫിറ്റ്സ് അല്ലെ. പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ ഏറ്റവും സോൾ ഒബ്ജക്റ്റീവ് ആണ്, പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ആണ് മാനേജേഴ്സ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ലെവൽ ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം സാധാരണ രീതിയിലൊരു ഹൈറാർക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് അപ്പർ ലെവൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിസിഷൻസ് എവിടെയാണ് ഫ്രെയിം ചെയ്യപ്പെടുന്നത്? അപ്പർ ലെവലിലാണ്. അപ്പം നമ്മുടെ മാനേജേഴ്സ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇനി ബിസിനസിന്റെ ഒരു സീനിയർ ലെവലിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല, അവിടുത്തെ ജൂനിയേഴ്സ്, അതായത് നമ്മുടെ ലോവർ ലെവൽ സ്റ്റാഫും എങ്ങനെ പെർഫോം ചെയ്യണം? അവരുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ, നല്ല ആറ്റിറ്റ്യൂഡോടെ, പോസിറ്റീവായിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യണം. നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാത്രമല്ല ലോവർ ലെവലിലും എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എത്ര നല്ല നല്ല ഡിസിഷൻസ് നമ്മുടെ ഫേമിൽ എടുത്താൽ പോലും ലോവർ ലെവലിൽ അത് പ്രാക്ടിക്കലി അത് നടത്താൻ പറ്റുന്ന ആൾക്കാർ, സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരിക്കലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് ആണ് 8th വൺ ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി എപ്പോഴെങ്കിലും ഒരു ബിസിനസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും സൈഡ് ബൈ സൈഡിൽ എന്താ പറയാ SBI എക്സാമ്പിൾ ആണ് കേട്ടോ. SBI ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ചുറ്റും ഇങ്ങനെ കമ്പി വേലി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെ. SBI നട്ട ഇതാണെന്ന് തോന്നുന്നത്, സ്പോൺസർഷിപ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ. പിന്നെ അതേപോലെ തന്നെ ചില ബിസിനസ് വെഞ്ചറുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലാമ്പുകൾ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ ബോർഡൊക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ട് പോകും. ചിലർക്ക് എന്ത് ചെയ്യും? ചിലപ്പം എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പം ഒരു വെയിറ്റിംഗ് ഷെഡോ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്തിട്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇന്ന കമ്പനി എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ബേസിക്കലി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സാധാരണ ഒരു ബിസിനസ് എന്ന് പറയുന്ന സ്ഥാപനം അവർക്ക് ഇൻകം ഏൺ ചെയ്യാനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. പക്ഷെ അവർ എന്തിനായിരിക്കും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അവർക്ക് പ്രകൃതിയോട് സ്നേഹം തോന്നിയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിനോട് വെളിച്ചം കാണിക്കാനോ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ അല്ല. അവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കമ്പനി ലോസിൽ വലിയ ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം കമ്പനി ലോ പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്ലാബ് റേറ്റ് വരെ നമ്മൾ ഇൻകം ഏൺ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതിനേക്കാളും നല്ല ടേൺ ഓവർ ഉള്ള ബിഗ് കമ്പനീസ് എന്ത് ചെയ്യണം? അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ പോർഷൻ, അതായത് ചെറിയ പോർഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന റൂൾ ഉണ്ട്. CSR എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുക. അപ്പം കമ്പനീസിന്റെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി 2% എങ്കിലും മുടക്കണം. അപ്പോൾ ഒരു കമ്പനിയുടെ ടേൺ ഓവർ 2 crore ആണെങ്കിൽ ആലോചിച്ച് നോക്കുക, അതിന്റെ 2% എന്ന് പറയുമ്പോൾ എത്ര വലിയ എമൗണ്ട് ആണ് അല്ലേ. അപ്പം അങ്ങനെയെങ്കിലും നമ്മൾ ഇത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊരു റൂൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഈ ബിഗ് ലീഡിംഗ് കമ്പനീസ് ഒക്കെ ഇതുപോലെ അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതും തീർച്ചയായും അത് ഒരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് റിഗാർഡിംഗ് ബിസിനസ് റിസ്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ. അതായത് പ്രോഫിറ്റ്സ് മാത്രമാണോ കമ്പനി എക്സ്പെക്ട് ചെയ്യേണ്ടത്? എപ്പോഴും പ്രോഫിറ്റ് കിട്ടും മാത്രമാണോ? ഒരിക്കലും അല്ല. നമ്മളുടെ റിസ്ക്കുമായിട്ട് അസോസിയേറ്റഡ് ആണ് എപ്പോഴും പ്രോഫിറ്റ്സ്. അപ്പം ഒരിക്കലും ഒരു ബിസിനസ്സും അവിടെ റിസ്ക് ഇല്ലാണ്ട്, നോ റിസ്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
അപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് വെച്ചാൽ ഹയർ റിസ്ക് ഉണ്ടെങ്കിൽ ഹയർ പ്രോഫിറ്റ്സ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള റിസ്ക് ഉണ്ടാവാം. റിസ്ക് തന്നെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് സ്പെക്കുലേറ്റീവ് റിസ്ക്, രണ്ടാമത്താണ് നോൺ സ്പെക്കുലേറ്റീവ് റിസ്ക് ഓർ പ്യുവർ എന്നും വേണമെങ്കിൽ പറയാൻ പറ്റും, പ്യുവർ റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പേര് പോലെ തന്നെ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ഇവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, പ്രോഫിറ്റ്സും വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലോസും അറൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏതാ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റൂല. മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് ഈ പറയുന്ന റിസ്ക്, സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുമ്പോൾ. ഇനി നോൺ സ്പെക്കുലേറ്റീവ് റിസ്ക് അല്ലെങ്കിൽ പ്യുവർ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടേ ഉള്ളൂ. ഒന്ന് ലോസും നോ ലോസും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് റിസ്ക്. ഓക്കെ, ലോസ് ഒന്നെങ്കിൽ ലോസ് ഉണ്ടാവും അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാതിരിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഗെയിൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനുള്ള ക്ലിയർ ആയിട്ട് പഠിക്കുക. ബിക്കോസ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആകെ പഠിക്കേണ്ടത് ഈ ടൈപ്സ് മാത്രം പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ ഈ ഒരു 11th ക്ലാസ്സിൽ നമുക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനില്ല. ഇനി അടുത്താണ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്? ചില പ്രത്യേകതകൾ, ഈ ബിസിനസ് റിസ്കിന്റെ ചില പ്രത്യേകതകൾ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ പറ്റും ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. ബിസിനസ് റിസ്ക് വരാൻ കാരണം എന്താണ്, ചില അൺസർട്ടനിറ്റീസ് വരാൻ കൊണ്ടാണ്. അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ കാരണങ്ങൾ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ കലാമിറ്റീസ്, നാച്ചുറൽ അല്ലെങ്കിൽ എന്താണ് മാൻമെയ്ഡ് അല്ലാത്തതും, നെക്സ്റ്റ് ആണ് മാൻമെയ്ഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റീസും. ഓക്കെ, അപ്പോൾ മനുഷ്യനായിട്ട് നിർമ്മിക്കുന്ന എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ, എന്താ പറയുക, ഫയർ, തെഫ്റ്റ്, പിന്നെ അതേപോലെ തന്നെ കള്ളം കയറുക, ഈ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന്മാർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ സ്ട്രൈക്കും പിന്നെ എന്തെങ്കിലും ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ എങ്ങനെ അറിയിക്കുന്നത്, നേരെ കല്ലെടുക്കുക, എന്തെങ്കിലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ചില്ല് തല്ലിപ്പൊളിക്കുക, പബ്ലിക് ഓഫീസുകൾ തല്ലിപ്പൊളിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള റിസ്കുകളാണ്. നെക്സ്റ്റ് നാച്ചുറൽ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈയിടെ നമ്മൾ കണ്ടാണ് ഫ്ലഡ്, അതേപോലെ സുനാമി അല്ലെ, പിന്നെ ഈവൻ കോവിഡ് എഫക്ട് വന്നത് എന്തായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ കോവിഡിന്റെ എന്ന് വെച്ചാൽ ഇപ്പോഴും പ്രൂവ് ആയിട്ടില്ല വെദർ ഇറ്റ്സ് ബയോളജിക്കൽ വെപ്പൺ, അത് മാൻമെയ്ഡ് ആണോ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും കോൺട്രവേഴ്സിയിൽ ഇരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ പറയുന്നത് എന്താണ്, നേച്ചർ വഴി വരുന്ന ഇതുപോലത്തെ കലാമിറ്റീസും മാൻമെയ്ഡ് അല്ലാത്ത കലാമിറ്റീസും നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് എന്ത്, റിസ്ക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ലാത്ത ബിസിനസ് ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല അല്ലെ. എങ്ങനത്തെ ബിസിനസ് എടുത്താൽ പോലും അവിടെ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് റിസ്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. റിസ്ക് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാം. പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം എന്നുള്ളതാണ് പറ്റുന്നത്. അതിന് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. അപ്പം നമ്മുടെ റിസ്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, അത് ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ബിസിനസിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിസ്ക് ബിലീവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 lakhs മുടക്കിയ ഒരു ബിസിനസ് ഇടുന്നതും 200 lakh മുടക്കിയ ഒരു ബിസിനസ് ഇടുന്നതും തമ്മിൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. 2 lakhന്റെ ബിസിനസ് പൂട്ടിപ്പോയി അല്ലെങ്കിൽ നശിച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ അൺസർട്ടനിറ്റീസ് എഫക്ട് ചെയ്ത് എങ്ങനെ നാശകോശം വന്നാൽ പോലും നമുക്കുണ്ടാവുന്ന ലോസ് 2 lakh ആയിരിക്കാം അല്ലെ. മറിച്ച് വേറെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ലുലു ഗ്രൂപ്പ് അല്ലെങ്കിൽ വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ജൈന്റിന്റെ ബിസിനസ്സിലോട്ടാണ് ലോസ് വരുന്നെങ്കിലോ അവിടെ 2 lakh വല്ലതും ആണോ? ഒരിക്കലും അല്ല. അവിടെ എത്രയും കൂടുതലായിട്ടുള്ള ഒരു ബിസിനസ് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബിസിനസിന്റെ സൈസ് കൂടുന്തോറും ബിസിനസ് എന്തുമാത്രം ബിഗ് ആവുന്നു അതനുസരിച്ചുള്ള റിസ്ക്കും കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില ഓൺടർപ്രണേഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ബിസിനസ് ആയിരിക്കും, റൈറ്റ്. പിന്നെ അവർ മൂവ് ഓൺ ചെയ്യുന്നത് ബിഗ് ബിസിനസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വി ഗാർഡ് ഗ്രൂപ്പ് ഒക്കെ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. വി ഗാർഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇനീഷ്യലി വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ബിസിനസ് യൂണിറ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് അവരിപ്പോൾ ഒരു ബിഗ് ജൈന്റ് ആയി മാറിയത്. ഇനി ചില ഓൺടർപ്രണേഴ്സിന്റെ ബിലീവ് എന്താണ്, അവർ സ്റ്റാർട്ടിംഗ് തന്നെ വളരെ ഗ്രാൻഡ് ആയിട്ട് ബിഗ് ആയിട്ട് തുടങ്ങണം, എന്നാലേ നമുക്കൊരു മോണോപ്പൊളി അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ പ്ലേസ് കിട്ടുള്ളൂ എന്നുള്ള ബിലീഫിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവർ സക്സസ് ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഫെയിലിയർ ആവാം. അപ്പോൾ അങ്ങനെ പലതും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബിസിനസിന്റെ സക്സസ് ആവാനും ഫെയിലിയർ ആവാനും ഉള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോഫിറ്റ് ഇസ് എ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എടുക്കുന്ന റിസ്കിനുള്ള റിവാർഡാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലെസ് ആണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന റിസ്ക് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഫിറ്റ്സിലും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് കോസ് ഓഫ് ബിസിനസ് റിസ്ക്. നമ്മൾ ഓൾറെഡി ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ, വാട്ട് ആർ ദി കോസസ് ഓഫ് ബിസിനസ് റിസ്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബിസിനസ് റിസ്ക് റൈസ് ചെയ്യുക? ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, നാച്ചുറൽ കോസസ്. അതായത് മാൻമെയ്ഡ് അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കലാമിറ്റീസും ഫ്ലഡ്, എർത്ത്, ലൈറ്റ്നിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതാണ് നാച്ചുറൽ കോസസ്. രണ്ടാമത്താണ് മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ കോസസ്. കള്ളം കയറുക, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുത്തുക, പിന്നെ നമ്മൾ കെയർലെസ് ആയിട്ട് ബിസിനസ് നടത്തുക, ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന ഓരോ റിസ്കുകൾ ആണ്. അത് സ്വാഭാവികമായിട്ടും വരും. നെക്സ്റ്റ് ആണ് എക്കണോമിക് കോസസ്. എക്കണോമിക് കോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്കോണമിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം നമ്മുടെ ബിസിനസ്സിൽ ചിലപ്പോൾ ചില ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വരാം. അതെന്തൊക്കെയായിരിക്കാം? ഫോർ എക്സാമ്പിൾ എക്കോണമിയിൽ ഇപ്പോൾ ഒരു ബിസിനസിന്റെ സൈക്കിൾ നമുക്കറിയാം അല്ലെ. ചില സമയത്ത് എന്താണ്, ബൂം പീരീഡ് ആയിരിക്കാം, പിന്നെ ചില സമയത്ത് റിസഷൻ ആയിരിക്കാം, ചില സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ബിസിനസ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നൊരു സിറ്റുവേഷനിൽ പോകും. ചിലപ്പോൾ ഹൈ പ്രോഫിറ്റ്സ് ആവാം, ചിലപ്പോൾ വളരെ താഴ്ന്ന ഒരു പ്രോഫിറ്റ്സ് നമ്മൾ ഏൺ ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് ബിസിനസിന്റെ ആ ഒരു മൂവ്മെന്റ് പോകണം. അപ്പോൾ എപ്പോഴും നമ്മൾ വെച്ചടി കയറ്റം എന്ന് പറയുന്ന രീതിയിൽ ഒരു ബിസിനസ് മൂവ് ചെയ്യാറില്ല ബേസിക്കലി. അപ്പം ഇങ്ങനത്തെ എക്കണോമിയിൽ വരുന്ന ചേഞ്ചസ്, കോസസ് ഇതെല്ലാം നമ്മുടെ ആ ഒരു ഓപ്പറേഷൻസിനെയും അതേപോലെ പ്രോഫിറ്റ്സിനെയും റിഫ്ലക്ട് ചെയ്യും. ഇനി വേരിയസ് അതർ അല്ലെങ്കിൽ മിസിലീനിയസ് കോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്.
ചിലപ്പം ചില എക്കോണമിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ വാർ, യുദ്ധം, രണ്ട് കൺട്രീസ് തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്ര പവർഫുൾ മാനേജ്മെന്റ് ആണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യത്തില്ല. നെക്സ്റ്റ് ആണ് ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. അതായത് നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സൊസൈറ്റിയിലെ മോണിറ്ററി വാല്യൂ മാറുന്നതനുസരിച്ച് അതിൻ്റെതായ ഡിഫറൻസ് നമ്മുടെ എക്കോണമിയിലും നമ്മുടെ ബിസിനസ്സിലും അത് റിഫ്ലക്ട് ചെയ്യും. പിന്നെ വേറെ കാര്യമുണ്ട്, പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്. നമ്മുടെ ഗവൺമെന്റ് മാറുന്നതനുസരിച്ച് അവരുടെ കുറച്ചൊക്കെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബിസിനസ്സിനെ അത് റിഫ്ലക്ട് ചെയ്യും. ഇനി നമ്മൾ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട അടുത്ത ഒരു മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നെസസറി ഫോർ സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പലപ്പോഴും എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോർ ദ സ്റ്റാർട്ടിംഗ് ഓർ കമൻസിംഗ് ഓഫ് എ ബിസിനസ്. അപ്പോൾ എന്തൊക്കെ കാര്യമാവാം? ഏറ്റവും ആദ്യമേ പറയുന്നത് എന്താണ്? സെലക്ഷൻ ഓഫ് പ്രോപ്പർ ബിസിനസ് ലൈൻ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ് ചാനലിലെ ബിസിനസ് ലൈൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അതെന്താ ഉദ്ദേശം? നമുക്ക് എപ്പോഴും മനസ്സിലാവേണ്ടത് നമ്മൾ ആസ് എൻ ഓണ്ടർപ്രണർ എന്ത് ബിസിനസ് ഇടാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ എക്സ്പെർട്ടീസ് ചിലപ്പം പ്രൊഡക്ഷനിലായിരിക്കാം. പ്രൊഡക്ഷനിലായിരിക്കാം. പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളിപ്പം യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അതൊരിക്കലും സക്സസ് ആവുകയില്ല. ബേസിക്കലി ഒരു ഓണ്ടർപ്രണറിന്റെ താല്പര്യം, ബിസിനസ് ഇടുന്ന വ്യക്തിയുടെ താല്പര്യം ഏതിലാണോ അതിൽ കൊണ്ടുപോയിട്ട് ഇയാൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ സൊസൈറ്റിയുടെ നീഡ്, അല്ലെ? ഇപ്പം എനിക്ക് താല്പര്യം ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ as an ഓണ്ടർപ്രണർ, എനിക്ക് താല്പര്യം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആണ്. ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ കല്യാൺ സിൽസ് ഉണ്ട്, ഷീമാട്ടി ഉണ്ട്, ഇപ്പുറത്ത് പുളിമൂട്ടിൽ സിൽസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ അങ്ങനെ വലിയ വലിയ ബിഗ് ജൈൻസ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിഗ് ജൈൻസിന്റെ ഇടയിൽ കൊണ്ടുപോയി എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമാത്രം സക്സസ് ആവണമെന്നുണ്ടോ? ഇല്ല. ബിക്കോസ് ഇത് ഓൾറെഡി ഒരു നെസസറി നീഡ് അല്ല. ഈ ഒരു സൊസൈറ്റിയിൽ ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഷോപ്പിന് നമുക്ക് ഇത്രയും വലിയ റീച്ച് കിട്ടണം എന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദ നീഡ് ഓഫ് ദ സൊസൈറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, റൈറ്റ്? അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും അത്യാവശ്യം, എന്താണ് നമുക്ക് നീഡി ആയിട്ടുള്ള കാര്യം, അത് നമ്മൾ മനസ്സിലാക്കി അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിൽ നമ്മളൊരു ബിസിനസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഐഡിയ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് സൈസ് ഓഫ് ദ ഫേം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഫേമിന്റെ സൈസ് ബിഗ് ആകുന്നതോറും എന്ത് സംഭവിക്കും? അതിൻ്റെതായ റിസ്കുകൾ, ഫാക്ടേഴ്സ് ഒക്കെ കൂടി വരും, അല്ലെ? അതേ സമയത്ത് റിസ്ക് കൂടുന്നതുകൊണ്ട് പ്രോഫിറ്റ്സും കൂടും എന്ന് പഠിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഒരു ബിഗ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവുമോ? നോ. അപ്പം ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സിന്റെ ബിലീഫ് എന്ന് വെച്ചാൽ ദി സ്റ്റാർട്ട് ഫ്രം സ്മോൾ ആൻഡ് ദി മൂവ് ടു ദ ബിഗ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ സ്മോൾ ആയിട്ടുള്ള, നമുക്ക് അറിയാൻ മേലാത്ത ഒരു ഏരിയ ആണ് ബിസിനസ് എങ്കിൽ സ്വാഭാവികമായിട്ടും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് സ്മോൾ ആയിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് ലോസ് വന്നാൽ പോലും നമുക്ക് അതുപോലത്തെ റിസ്കുകൾ ഫേസ് ചെയ്താൽ മതിയാവും, റൈറ്റ്? പിന്നെ ഇനി നെക്സ്റ്റ്, ഗ്രാജുവലി നമ്മൾ ബിസിനസ് പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ബിഗ് ആക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി മൂന്നാമതാണ് ചോയ്സ് ഓഫ് ഓണർഷിപ്പ്. അതായത് ഓണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പല രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഇനി അടുത്ത ഒരു ചാപ്റ്റേഴ്സിലൊക്കെ നമ്മളത് പഠിച്ചു വരും. ഇപ്പോൾ ചില ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ദേ വിൽ ബി കംഫർട്ടബിൾ അലോൺ. അതായത് ഒരു ടീമിന്റെ ഭാഗമായിട്ട് അവർ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർക്ക് സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് കംഫർട്ടബിൾ. ചിലപ്പോൾ അവർ സക്സസ് ആവുന്ന ആ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും? സിംഗിൾ ഓണേഴ്സ് ആയിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യും. ഇനി വേറെ കാറ്റഗറി ആൾക്കാർ എന്താണ്, അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അവർ എപ്പോഴും നോക്കുന്നത് എന്താണ്, സ്വന്തം നടത്തുന്നതിനേക്കാളും ഭേദം ഒരു 2-3 പാർട്ട്നേഴ്സിന്റെയും കൂടി സഹായത്തോടെ നമ്മൾ ബിസിനസ് റൺ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്താ പറയുക, റിസ്കുകളൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ലോസും ഇയാൾ തന്നെ ഏറ്റെടുക്കണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർ ആണ് നമ്മളെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടോ ഒക്കെ നമ്മൾ വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത് ഓണ്ടർപ്രണറിന്റെ ഹോൾ ബിലീഫാണ്. സ്വന്തമായിട്ടാണ് ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ എല്ലാവിധ റിസ്ക്കും അതേപോലെ എല്ലാവിധ പ്രോഫിറ്റ്സും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം, അല്ലേ? അപ്പം അതേപോലെ തന്നെ ഇനി മറ്റുള്ളവരുടെ കൂടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ റിസ്ക്കും പ്രോഫിറ്റ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ച് തന്നെ എടുക്കണം. മനസ്സിലായില്ലേ? അപ്പം ഓണർഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ, ഇത് കൂടാണ്ട് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ നമ്മളത് പഠിക്കും. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ലൊക്കേഷൻ ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ഇനി നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ പല ലൊക്കേഷൻസിലും ഇപ്പം എത്ര നല്ലതായിട്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് പാർക്കിംഗ് സൗകര്യം അങ്ങനെ സംഭവങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളും പൂട്ടി പോകുന്ന കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ലൊക്കേഷൻ. ആ ബിസിനസിന്റെ ലൊക്കേഷൻ ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ അത് നമുക്ക് റൈറ്റ് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പോസിബിലിറ്റി. ഇനി നെക്സ്റ്റ് ആണ് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. അപ്പം നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റ് തന്നെ, ഒരു ബിഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫിനാൻസ്. നമ്മൾ എവിടുന്ന് ഫിനാൻസ് റിസോഴ്സ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് പല രീതിയിലും ആവാം, അല്ലേ? എവിടുന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതിൽ നമ്മൾ വലിയ ക്ലാസ്സസ് വരുമ്പോഴത്തേക്കും പല ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പഠിക്കും. നമുക്ക് ഫ്രണ്ട്സിന്റെ, ഫാമിലിയുടെ, റിലേറ്റീവ്സിന്റെ ഒക്കെ എടുത്തുനിന്ന് ഫണ്ട് കിട്ടും. പക്ഷേ അത് വളരെ സ്മോൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, അല്ലേ? വലിയൊരു എമൗണ്ട് അവർ തരണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത സോഴ്സാണ് ബാങ്കുകൾ അല്ലെങ്കിൽ ചില NBFCs. അവരൊക്കെ നമുക്ക് തരും. പക്ഷേ അവിടെ എന്താണ്, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഹാജരാക്കണം. പിന്നെ അതേപോലെ അതിന്റെ കാലതാമസം എടുക്കും, അല്ലെ? അതിനൊരു ടെന്യൂർ കാണും, ടെന്യൂറിനുള്ളിൽ പേ ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് കാണും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ സോഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സോഴ്സസും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ റിസ്ക് ആൻഡ് റിട്ടേൺ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇനി അടുത്താണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്നത് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് മെഷീൻസ്. ഇപ്പം നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോകണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള
ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് വേണം. എന്തൊക്കെയാണ്? മെഷീനുകൾ, ചില ടൂൾസ്, എക്വിപ്മെന്റ്സ്, പിന്നെ അതേപോലെ നമുക്ക് ചില ബിൽഡിങ്ങുകൾ, ആവശ്യത്തിനനുസരിച്ചുള്ള ബിൽഡിംഗ് സൗകര്യങ്ങൾ ഒക്കെ വേണം. ഫിസിക്കലി കാണാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചില ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ബിസിനസ്സിൽ അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യമാണ് പ്ലാന്റ് ലേ ഔട്ട്. പ്ലാന്റ് ലേ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിസിനസ്സുകാർ അല്ലെങ്കിൽ കൊമേഴ്സുകാർ പഠിക്കുമ്പോഴത്തേക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടിയാണോ? ഒരിക്കലും അല്ല, അല്ലെ? നമ്മുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസ് യൂണിറ്റ് ആണ്. ഇത് ബേസിക്കലി ഒരു ഫാക്ടറി പോലെയാണ് വരച്ചത്. ഓക്കെ, സോ അപ്പം പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫാക്ടറി ഔട്ട്പുട്ട് ആണെന്ന് വിചാരിക്കുക, ഒരു ഫാക്ടറി ലേ ഔട്ട്. നമ്മുടെ ഫാക്ടറിയുടെ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ മെഷീൻ എ ഇവിടെ ഇരിക്കുന്നു, ബി ഇവിടെ ഇരിക്കുന്നു, സി ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എ കഴിഞ്ഞിട്ട് ബിയുടെ അടുത്ത് പോയി, സിയുടെ അടുത്ത് വന്നു, പിന്നെ ഡിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ടൈമാണ് ഇവിടെ പോകുന്നത്, അല്ലേ? ഒരു അറ്റ്ലീസ്റ്റ് 1 സെക്കൻഡ് എങ്കിൽ 1 സെക്കൻഡ്. പക്ഷേ ഇവിടെ പോകുന്ന എത്രയാണ്? ഒത്തിരി സമയമാണ്. ഇവിടെ ടോട്ടൽ 4 മെഷീനറി നമ്മൾ റൺ ചെയ്യണമെങ്കിൽ 4 സെക്കൻഡ്സ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പം ഒരു 100 വർക്കർ നമ്മുടെ കയ്യിലുണ്ട്, അവർ 4 സെക്കൻഡ് വെച്ച് കളയുവാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടൈമാണ് ശരിക്കും പറഞ്ഞാൽ വെറുതെ പോകുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ഫാക്ടറിയുടെ ലേ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റിന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഏറ്റവും മിനിമം കോസ്റ്റിൽ കൂടെ കാര്യം നടത്താൻ പറ്റണം. അപ്പം നോക്കിയേ, ഏത് ലേ ഔട്ടിനാണ് കുറച്ചുകൂടി കംഫർട്ട് കൂടുന്നത്? എ കഴിഞ്ഞ് ബിയിലോട്ട്, ബി കഴിഞ്ഞ് സിയിലോട്ട്, ഡിയിലോട്ട്. അപ്പം എന്ത് സംഭവിച്ചു? അവിടെ എക്സസ് ആയിട്ടുള്ള നമുക്ക് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കർവ് ചെയ്യാൻ പറ്റി, കുറയ്ക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഈ 4 സെക്കൻഡിന്റെ ഗ്യാപ്പിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 2 സെക്കൻഡ് ആയിരിക്കാം, മതി, എന്തായാലും മതി, പകുതിയായില്ലേ നമ്മുടെ ലോസ്. അപ്പം ഈ രീതിയിൽ നമ്മൾ ലേ ഔട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ബിസിനസിനെ അത് നല്ല രീതിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് കോമ്പിറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, അല്ലെ? നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ലോവർ ലെവൽ മാനേജ്മെന്റും ആവാം, ഹയർ ലെവൽ മാനേജ്മെന്റും ആവാം. അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ എല്ലാ രീതിയിലും എല്ലാവരും കൂടി ബിസിനസ് റൺ ചെയ്താൽ മാത്രമാണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ റൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ്, 9th ആണ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ ഒരു രാജ്യത്തിന്റെ പൗരന്മാർ, സിറ്റിസൺസ് ആയിരിക്കുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ നമ്മൾ പേ ചെയ്യുക എന്നുള്ളത്. അപ്പം ബേസിക്കലി ഇപ്പം ഇത്രയും കുറഞ്ഞൊരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടാക്സ് കൊടുത്താൽ മതി. ഇനി ബിഗ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരു ഓൺടർപ്രണർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ടാക്സ് കോൺട്രിബ്യൂഷനും ബിഗ് ആയിരിക്കും, അല്ലെ? അപ്പോൾ അതെന്തായിരിക്കട്ടെ, നമ്മളത് റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ ടാക്സിന്റെ ഡിസിഷൻസ് ഒക്കെ അതുപോലെ നോക്കിയിട്ടുണ്ട് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ലോ സ്യൂട്ടുകളുണ്ട്, അതേപോലെ ലോയേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ടാക്സിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ടാക്സ് പ്രോപ്പർലി നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ റിഡ്യൂസ് ചെയ്ത് ലീഗലി റിഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ അവർ സജഷൻസ് തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ടാക്സ് അവോയ്ഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിലൊക്കെ നമുക്ക് ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ്, ഇതെല്ലാം ഈ 9 പോയിന്റ്സ് നമ്മൾ ചെയ്ത് എന്തിനാണ്? ഈ ലാസ്റ്റ് പോയിന്റിനാണ്, സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് ഓർ ലോഞ്ചിങ് ദി എന്റർപ്രൈസ്. ബിസിനസ് ലോഞ്ച് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റത്തെ ജോലി. അപ്പോൾ ഈ 9 കാര്യങ്ങൾ നമ്മൾ മേളിൽ പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഉണ്ടാവുകയില്ല. പ്രോപ്പറായിട്ട് നമുക്കൊരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിൽ ഈ ഒരു ബോർഡിലോട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. മാർക്സിന്റെ വെയിറ്റേജ് അനുസരിച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.